അപ്പം മച്ചന്മാർ നമ്മൾ FF കഴിഞ്ഞ മന്ത് 30-ാം തീയതി മുതൽ ഇപ്പം കഴിഞ്ഞ മന്ത് പറയുമ്പോൾ ജൂലൈ മന്ത് 30-ാം തീയതി ന്യൂ ആയ കുറച്ച് റൂൾസ് നമ്മളെ ഗറീനി FF ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ വരുന്ന 1-ാം തീയതി അപ്പം ആഗസ്റ്റ് മാസം 1-ാം തീയതി ഇത് നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ റൂൾസിന് പാലിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലീഡർ ബോർഡിൽ ഇനി കയറാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എത്ര കളിച്ചിട്ട് ഇനി കാര്യമില്ല. ലീഡർ ബോർഡ് പറയുമ്പോൾ നിങ്ങൾ റാങ്ക് കാണിക്കുന്ന ലീഡർ ബോർഡ് ആയിക്കോട്ടെ, അത്ര വെപ്പം ഗ്ലോറി കാണിക്കുന്ന ലീഡർ ബോർഡ് ആയിക്കോട്ടെ, ഒരു ലീഡർ ബോർഡിൽ നിങ്ങളെ പേരേ വരാൻ പോകുന്നില്ല ഈ റൂൾസ് പാലിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നു PC പ്ലേയേഴ്സിനെ കേട്ടോ. അപ്പോൾ അതുപോലെ മൊബൈൽ പ്ലേയേഴ്സിനെ ഇത് ബാധിക്കാൻ പോകുന്നില്ല വെച്ചാൽ മൊബൈൽ പ്ലേയേഴ്സിനെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ ചാനൽ ന്യൂ ആയിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് തന്നെ വരാം. അപ്പോൾ ഓൾറെഡി അറിഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ കഴിഞ്ഞ 1-ാം തീയതി മുതലാണ് ഇത് നമുക്ക് വന്നിട്ടുള്ളത്, നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴൊക്കെ ഇത് വർക്കിംഗ് ആട്ടോ. ഇപ്പോൾ ലീഡർ ബോർഡിൽ പേര് വരുന്നില്ല അറിഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഇപ്പോൾ ചിന്തിക്കാൻ ചാൻസ് ഉണ്ട്. ഒരു പക്ഷേ ഇതുകൊണ്ടാവാം. അപ്പോൾ ഇത് ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് നോക്കുകയാണ് PC പ്ലെയർ ആണ്, നിങ്ങൾ PC-യിലാണ് ഫ്രീ ഫയർ കളിക്കുന്നതെങ്കിൽ ഇനി മുതൽ നിങ്ങൾ ലീഡർ ബോർഡിൽ ഒരു ലീഡർ ബോർഡിൽ ഞാൻ വെപ്പൺ ഗ്ലോറി കാണിച്ചില്ല, അതിന് നമ്മളെ റാങ്ക് ഗ്രാൻഡ് മാസ്റ്റർ പുഷിങ്, റീജിയൻ പുഷിങ്, റാങ്കിൻ്റെ ഒരു ലീഡർ ബോർഡിൽ നിങ്ങളെ പേരേ കാണിക്കാൻ പോകുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എത്ര കളിച്ചിട്ടും കാര്യമില്ല, PC-യിൽ പ്ലേ ചെയ്യുന്നവരുടെ പേര് ഒരു കാരണവശാലും ലീഡർ ബോർഡിൽ ഇനി ഷോ ചെയ്യുന്നില്ല. ന്യൂ ആയ റൂൾസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു അപ്ഡേറ്റ് ആയിട്ട് തോന്നി കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ നമ്മളെ ഗറീനെ പറ്റിച്ചുകൊണ്ട് നല്ല രീതിക്ക് റാങ്ക് പുഷ് ചെയ്യുന്ന റീജിയൻ ലെവൽ വരെ പോകുന്ന പ്ലേയേഴ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് നല്ലൊരു അടി തന്നെ കേട്ടോ. അപ്പോൾ യൂട്യൂബേഴ്സ് തന്നെ എൻ്റെ കൂട്ടത്തിൽ നമ്മളെ കേരള കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഉറപ്പ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ നെക്സ്റ്റ് ആയിട്ട് നമ്മളെ ഫോൺ പ്ലേയേഴ്സ്, മൊബൈൽ പ്ലേയേഴ്സിന് പണിയൊന്നും ഇല്ലല്ലോ ചോദിച്ചാൽ മൊബൈൽ പ്ലേയേഴ്സിന് പണി വരുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ മൊബൈലും ഭാഗത്ത് നമ്മൾ അക്കൗണ്ട് പ്ലേ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ഒരുപക്ഷെ നമ്മൾ ഫ്രണ്ട്സൊക്കെ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ മൊബൈലോടുക്കന്നെ കൊടുക്കാൻ നോക്കുക. അപ്പം നമ്മൾ നിൽക്കുന്ന ടൈമിൽ കളിക്കാൻ കൊടുക്കുക, അല്ലാതെ നമ്മൾ അവരുടെ മൊബൈലിലേക്ക് നമ്മൾ അക്കൗണ്ട് പാസ്വേഡും കാലം കൊടുക്കുന്ന ടൈമിൽ നമ്മൾ അക്കൗണ്ട് ഷെയറിങ് ആവും. അപ്പോൾ എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അക്കൗണ്ട് ഷെയർ ചെയ്തുകൊണ്ട് റാങ്ക് പുഷ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. റീജിയൻ ലെവലൊക്കെ പ്ലേ ചെയ്യുന്നവർ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം തന്നെ ഇങ്ങനെ അക്കൗണ്ട് ഷെയറിങ് ആണ്. 3-4 ഇങ്ങനെ ടൈം എടുത്തുകൊണ്ട് 3-4 പ്ലേയേഴ്സൊക്കെ ഇങ്ങനെ ഓരോ ടൈം വെച്ചുകൊണ്ട് പ്ലേ ചെയ്തിട്ടാണ് അവർ റീജിയൻ ലെവലൊക്കെ പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്ലേയേഴ്സിനും അതുപോലെ ഇങ്ങനെ ഷെയർ ചെയ്ത് കളിക്കുന്ന ആൾക്കാർ, ഫണ്ടായിട്ട് കളിക്കുന്നവർക്കൊക്കെ നല്ല പണി വരാൻ പോവാണ്. അപ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നിങ്ങളുടെ പേരും ലീഡർ ബോർഡിൽ ഷോ ആവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് റൂൾസ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് ഓൺലി എഫക്റ്റ് ചെയ്യാൻ പോകുന്നു, ഓൺലി ഇത് ബാധിക്കാൻ പോകുന്ന ലീഡർ ബോർഡിൽ മാത്രമാണ്. അല്ല വേറെ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അക്കൗണ്ട് ബാൻ ആവേ സസ്പെൻഡ് ആവേ അങ്ങനെ ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുപോലെ ഇതിൽ പറയാൻ വിട്ടുപോയൊരു കാര്യമാണ്, നിങ്ങൾ എമുലേറ്റർ പ്ലേയേഴ്സിൻ്റെ കൂടെ റാങ്ക് പുഷ് ചെയ്യണം. നിങ്ങൾ മൊബൈൽ പ്ലെയർ ആയിക്കോട്ടെ, നിങ്ങൾക്കിതിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. ലീഡർ ബോർഡിൽ നിങ്ങളതും പേരും ഷോ ആവില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ കാലം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ളവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു കിട്ടിയില്ല ഒരു വീഡിയോയിലൂടെ കാണാം. ബൈ.